ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു പുതിയ വ്ളോഗാണ്. ബാലവണ്ണൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ച് ബാക്ക് ടു സൗദി പോകും. അപ്പം അതിനു മുമ്പ് നമ്മൾ യദു ചേട്ടനുമായിട്ട് നമ്മുടെ സ്ഥലം ഒന്ന് ചുറ്റി കാണാം എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സ്പോട്ട് ഏതാണ്? അഴീക്കൽ ബീച്ച്. അതെ, വേറെ സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സമയപരിമിതിയും മറ്റും കാരണം നമുക്ക് പൊതുവെ മടി രാവിലെ അഴീക്കൽ ബീച്ച്. നമുക്ക് മടി കാരണം നമുക്ക് കുറെ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ അഴീക്കൽ ബീച്ചിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്നാൽ ആ ബീച്ച് അല്ല, പഴയ ബീച്ച് അല്ല. ഞങ്ങളോട് പോകുമ്പോൾ ആ വൈബല്ല. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളൂടെ ജോയിൻ ചെയ്യും. നന്ദു വരും. അപ്പൊ നന്ദുവിനെ കാണിച്ചു തരാം. അപ്പൊ നന്ദുവിനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അനുരാഗത്തിൻ തായങ്ങൾ അഴകയും കണ്ണും വെച്ചു പൊന്നെ പൊന്നായി പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാടി അക്കരപ്പൂവിൽ തേണ്ടു. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊന്ന് വൈബ് ചെയ്യട്ടെ ഗൈസ്. നല്ല ഫാമിലീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു പീക്ക് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് അല്ലേ? നിങ്ങളൊക്കെയോ? ഞങ്ങളെല്ലാം ഇതാണ് നന്ദു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എൻ്റെ ഞങ്ങളുടെ കസിൻ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബീച്ചിലെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത്യാവശ്യം ഫാമിലീസൊക്കെ ഉണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ബീച്ചിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം. ശരിക്കും അഴീക്കൽ ബീച്ചിൽ കുറേ വട്ടം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഓണായിട്ട് ഇത്രയും ഫാമിലീസൊക്കെ വന്ന് ഇത്രയും ഒരു വൈബുള്ള ഒരു വ്യൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ വന്നിട്ടില്ല. ഇവിടെ ഈ കുതിര സവാരിയും കുറേ അധികം ഫാമിലീസും ഫുഡ് സ്പോർട്സും എല്ലാം ഓണായിരുന്നു. ബീച്ചും നല്ല മോഡിലായിരുന്നു. കാരണം കരയൊക്കെ കയറാണ്ട് അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ട്. ആക്ച്വലി നമ്മൾ വന്നത് നല്ലൊരു ബെസ്റ്റ് ടൈമായിരുന്നു. അല്ലെങ്കിലും ഓഫ് കോഴ്സ് ബീച്ചിൽ എപ്പോഴും ഈവനിങ് ഒരു 6 PM കഴിഞ്ഞ് എത്തിച്ചേരുന്നതാണല്ലോ നൈസ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ ഫുഡ് സ്പോർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അവിടുത്തെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഭയങ്കര റിലാക്സ്ഡായി. അവിടെ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ബാലചേട്ടനാണെങ്കിലും നന്ദു ആണെങ്കിലും ഞാനാണെങ്കിലും പറയായിരുന്നു, ദൈവമേ നമ്മൾ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക രസമെന്ന്. അഴീക്കൽ ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ്, അവിടെ കുറേ ചേട്ടന്മാർ നിന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ കൂടെ ബോട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓണായിരുന്നു. ആക്ച്വലി ഗൈസ് നല്ല വൈബുണ്ട്. കാരണം അല്ലേ, ഒത്തിരി ഫാമിലീസ്, ഫുഡ് സ്പോട്ട്, ബോട്ടിങ്, ചൂണ്ടയിടുന്ന ഒത്തിരി ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാം. അപ്പോൾ ബാലുവണ്ണൻ ഇവിടെ വന്നിട്ട് എന്ത് മെമ്മറിയാണ് ഷെയർ ചെയ്യാൻ തോന്നുന്നത്? ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. പണ്ട് നേരത്തെ ഇവിടെ ഞാൻ ചൂണ്ടയിടാനൊക്കെ വരുമായിരുന്നു ഫ്രണ്ട്സുമായിട്ട്. അതിനുശേഷം ഒത്തിരി നാളിന് ശേഷമാണ്. ഇപ്പം നല്ല മാറ്റമുണ്ട് ഇവിടെ, നല്ല വൈബ്, ഒത്തിരി ആൾക്കാരൊക്കെ. ബോട്ടിങ് കയറുന്നോ? വേണ്ട, എനിക്ക് പേടിയാ. ബോട്ടിങ്, ലൈവ് ബോട്ടിങ് നടക്കുക. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് പേടിയാവുക ഇത് കയറാൻ. നല്ല ബോട്ടിങ് എങ്ങനെ ഉണ്ട് കണ്ടിട്ട്? ബോട്ടിങ് കണ്ടിട്ട് രസമുണ്ട്, പക്ഷേ കയറാൻ പേടിയാവുക. അതൊക്കെ ബോട്ടിങ് അടിപൊളിയാണ്. നമുക്കിനി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലോ? എന്താ വേണ്ട? എനിക്ക് പൊതുവെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അഴീക്കൽ ബീച്ചിൽ വരുന്നവർക്ക് ഈ ഒരു സ്പോട്ട് എന്തായാലും അറിയായിരിക്കും. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ചായ, ബൂസ്റ്റ്, കോഫി, ബജി ഐറ്റംസ്, എഗ്ഗിൻ്റെ കുറേ ഐറ്റംസ്. കോളിഫ്ലവർ ബജി, ഈ കോളിഫ്ലവർ ബജി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ മുട്ട ബജി മേടിച്ചിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വല്ല വേണമെങ്കിൽ പിന്നെ അല്ലേ? ഓമൽ കിനാവിന്റെ മോതിരം ചാത്തിയ മോദം പ്രിയമോദം ബാലുണ്ണൻ പറയുന്നത് അഴീക്കൽ ബീച്ചിന് തൊട്ടപ്പുറത്തു നിന്ന് ഒരു ആലോചന ബാലുണ്ണന് വന്നെന്നാണ്. എന്തുകൊണ്ടാണത് വിട്ടുകളയാനല്ല, പുള്ളിക്കാരിയെ ഞാൻ കണ്ടതുമില്ല, ഞാൻ പുള്ളിക്കാരിയെ കണ്ടതുമില്ല. കാണാനുള്ള ഒരു ഇത് വന്നില്ലല്ലേ? യോഗമില്ലായിരുന്നു. കണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് ചായ കുടിച്ച് ബീച്ചും കണ്ടിരിക്കായിരുന്നു. എന്തായാലും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഭയങ്കര മഴ പെയ്തത്.
മഴ പെയ്തപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഓരോ കടയിലേക്ക് ഓടിക്കയറി. അങ്ങനെ നമ്മളും ഒരു കടയിലേക്ക് ഓടിക്കയറി. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോരണം എന്നില്ലായിരുന്നു. നമ്മൾ പിന്നെയും മഴയൊക്കെ മാറിയപ്പോൾ ബീച്ചിലേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ അതേ നന്ദു എന്തോ ഒരു കടൽ കുതിരയോ കടൽ കക്കയോ അങ്ങനെ എന്തോ ഒരു സാധനം എന്നെ പൊക്കി കാണിക്കുകയായിരുന്നു. ഞാൻ പേര് മറന്നുപോയി. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ നീയോട്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തട്ടുകടയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ തട്ടുകട തപ്പിപ്പോയപ്പോഴാണ് അവിടെ ഗഫൂർ ഖാൻ്റെ തട്ടുകടയെന്ന് പറഞ്ഞിട്ട് മുക്കടയിൽ ആ ഒരു ടീ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ തട്ടുകട നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തന്നെയായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. പ്ലസ് നല്ല ടേസ്റ്റി ആയിരുന്നു. ദോശ, പൊറോട്ട, പിന്നെ അവിടെ ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ കറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ടൻ കാപ്പിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡും കഴിച്ച് അങ്ങനെ ഫുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നല്ല ഒരു ഈവനിങ് ആയിരുന്നു. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ഫുഡും എൻജോയ് ചെയ്തു, ബീച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. എപ്പോഴും പോകാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ നന്ദു? എൻജോയ് ചെയ്തോ? പിന്നെ സൂപ്പറായിരുന്നു. അപ്പം വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ see you all. ബൈ പറ. ബൈ പറ.